ഒരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു സോളിഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ ഓർഡർലി അറേഞ്ച്ഡ്. അല്ലെ, ഏത് സോളിഡ് എടുത്തു കഴിഞ്ഞാലും ആ സോളിഡിലെ പാർട്ടിക്കിൾസ് ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെൽ ഓർഡേർഡ് പാർട്ടിക്കിൾസിന്റെ ഓർഡേർഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് സോളിഡ്സിന്റെ പ്രത്യേകതയാണ്. പക്ഷേ അത് നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ പറഞ്ഞു പോയത് മാത്രമാണ്. ഏത് സോളിഡ് എടുത്തു കഴിഞ്ഞാലും കേൾക്കണം, സാധാരണ ഏത് സോളിഡ് എടുത്തു കഴിഞ്ഞാലും ഈ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആ ക്രിസ്റ്റലിന് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ ആ ഓർഡേർഡ് അറേഞ്ച്മെന്റിൽ ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളത് പറയും, ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള ആറ്റങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സോളിഡ് ആണെന്ന് വിചാരിക്കും, എയും ബിയും. അപ്പൊ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാവാം: എ ബി എ ബി എ ബി എ ബി. ക്രിസ്റ്റലിൽ എല്ലായിടത്തും ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നു. ഈ ഒരു ഓർഡർ ആണ് ഫോളോ ചെയ്യേണ്ടത് വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ. അതായത് എ കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ബി കാണും. ഒരു പെർട്ടിക്കുലർ എഡ്ജിലെ കൂടി പോകുമ്പോൾ, ഒരു പ്രത്യേക എഡ്ജിലെ കൂടി പോകുമ്പോൾ എ കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ ബി കാണണം. അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ എ കാണണം, അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ ബി കാണണം. അല്ലെങ്കിൽ ഇങ്ങനെയാവാം: എ എ ബി ബി എ എ ബി. എങ്ങനെയാവാം? ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് എല്ലായിടത്തും, ഏത് അറേഞ്ച്മെന്റ് ആണോ ഒരു സ്ഥലത്തുള്ളത് അതേ അറേഞ്ച്മെന്റ് ത്രൂ ഔട്ട് ദി ക്രിസ്റ്റൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, അതിനെയാണ് വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്റ്റൽ ആണ് എങ്കിൽ ആ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ്, പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് നമ്മൾ ക്രിസ്റ്റലിൽ എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ക്രിസ്റ്റലിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ക്രിസ്റ്റലിന്റെ എല്ലായിടത്തും അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കാണണമെന്നില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും, അത് വളരെ ചെറുതാവാം, ചില സ്ഥലങ്ങൾ കുറെ വലിയ സ്ഥലത്താവാം, ഒരു ഡീവിയേഷൻ, വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റിൽ നിന്നും ഒരു ഡീവിയേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത് വളരെ സ്പീഡായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് റേറ്റിലാണെങ്കിൽ, കേൾക്കണേ, ക്രിസ്റ്റലൈസേഷൻ നടക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാവാം. അതിലൊന്ന് ഞാൻ പറയാണ്, ജനറലായിട്ട് പറയാണ്. ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത് വളരെ പെട്ടെന്നാണെങ്കിൽ, വളരെ സ്പീഡായിട്ടാണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത് എങ്കിൽ ആറ്റങ്ങൾക്ക് റെഗുലറായിട്ട് സ്വയം അറേഞ്ച് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ ഒന്ന് സ്വയം എന്താ പറയുക, കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതൊന്ന്. തെർമോഡൈനാമിക്സ് പരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എൻട്രോപ്പി കംപ്ലീറ്റ് ആയിട്ട് സീറോ ആവണമെങ്കിൽ ആബ്സല്യൂട്ട് സീറോയിലേക്ക് എത്തണം. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെ, എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് സീറോ, വിച്ച് ഈസ് ആബ്സല്യൂട്ട് സീറോ ആണ് ശരിക്കും സംഭവിക്കുക. ശരിയല്ലേ? അതായത് ആബ്സല്യൂട്ട് സീറോയിൽ മാത്രമേ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കും? ആ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വരും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്ത് വരും? തെർമൽ എനർജി എന്നുള്ള പ്രോപ്പർട്ടി കിട്ടും. തെർമൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആറ്റംസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വരും, ചെറിയ രീതിയിലാണെങ്കിലും. ഓക്കെ, അപ്പോ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ഡീവിയേഷൻ, പെർഫെക്റ്റ് അറേഞ്ച്മെന്റിൽ നിന്ന് ഡീവിയേഷൻ വരാം. ഇങ്ങനെയുള്ള ഡീവിയേഷൻസ്, എന്തെങ്കിലും ടൈപ്പിലുള്ള ഡീവിയേഷൻ ആ പെർഫെക്റ്റ് ഓർഡേർഡ് അറേഞ്ച്മെന്റിൽ നിന്ന് സോളിഡ്സിൽ ഉണ്ട് എങ്കിൽ അതിന് മൊത്തത്തിൽ പറഞ്ഞ പേരാണ് imperfections. Imperfections in solids. Imperfections in solids or defects in solids. Defects in solids. അപ്പൊ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി കൊണ്ടുപോവാ. Any type of deviations from ordered arrangement, perfect ordered arrangement of particles in crystal is called imperfections, or are called imperfections or defects in crystals. Okay, ഈ ഇംപെർഫെക്ഷൻസിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് അറ്റോമിക് ഇംപെർഫെക്ഷൻസ്, രണ്ട് ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻസ്. അറ്റോമിക് ഇംപെർഫെക്ഷൻസ്, ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻസ്.
ഇതിൽ അറ്റോമിക് ഇംപെർഫെക്ഷൻ ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇലക്ട്രോണിക് ഇംപെർഫെക്ഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും അത്രമാത്രം. ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻസ് നമ്മൾ ഫിസിക്സിലെ സോളിഡ് ഡിവൈസസ്, സെമി കണ്ടക്ടർ ഡിവൈസസ് എന്ന് പറയുന്നൊരു പാഠം പഠിക്കാനുണ്ട്. അവിടെ ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻസിനെ കുറിച്ച് ഫിസിക്സിൽ പഠിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സോളിഡ്സിന്റെ ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഒരു സെക്ഷൻ വരാനുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് പറയും, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് അറ്റോമിക് ഇംപെർഫെക്ഷൻസ്, എന്താണ് ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻസ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, അത്രയും. അപ്പം സോളിഡ്സിൽ ഉണ്ടായേക്കാവുന്ന ഇംപെർഫെക്ഷൻസിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തതാണ് അറ്റോമിക് ഇംപെർഫെക്ഷൻ, ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻസ്. ഈ അറ്റോമിക് ഇംപെർഫെക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്. ഓക്കെ, അതിന്റെ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അറ്റോമിക് ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റം അല്ലെങ്കിൽ അയോൺസിന്റെ അറേഞ്ച്മെന്റിൽ ഒരു സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്, ആറ്റമോ അയോൺസോ മോളിക്യൂൾസ് ഏതാകും, അതിന്റെ അറേഞ്ച്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ, okay, deviation from the perfect arrangement of constituent particles like atoms or ions or molecules in a solid is called atomic imperfection. See, okay, ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസം, വ്യത്യാസം നമ്മൾ പറയൂട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലും വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താപ്പാ ഈ വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, നമ്മൾ ആ എന്തൊക്കെയാണ് ആ വരാവുന്ന ഡീവിയേഷൻസ് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ടൈപ്പിലുള്ള ഡീവിയേഷൻസ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് അറ്റോമിക് ഇംപെർഫെക്ഷൻസ്. ഓക്കെ, സോ ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റൽ ഡ്യൂ ടു ദി ഡീവിയേഷൻ ഫ്രം ദി പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ഓർ മോളിക്യൂൾസ് ഇൻ എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് അറ്റോമിക് ഇംപെർഫെക്ഷൻസ്. ഓക്കെ, ഇനി ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സോളിഡിലെ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ ഒരു വ്യത്യാസം വരാം. സോളിഡ്സിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം സാധാരണ വരുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുക. ഓക്കെ, അത് സാധാരണ സംഭവിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലിലേക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കുറച്ച് മാത്രമേ പറയാനുള്ളൂ. അത് നമ്മൾ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അതായത് it is due to atomic imperfection is due to the deviation from the perfect arrangement of or ordered arrangement of atoms or molecules. It is due to the deviation from the number of electrons in the crystal, and it is due to the addition of foreign substances into the crystal. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡെഫിനിഷൻ മാത്രം പറയുമ്പോൾ എന്താണ് ഡീറ്റെയിൽസ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മളിനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സോ ഈ ഇംപെർഫെക്ഷൻസിനെ നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോസിലായിട്ട് പറയണം. ഫുൾ ഒറ്റ വീഡിയോയിലാണെങ്കിൽ ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമ്മളതിനെ 2-3 വീഡിയോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുക. സോ ഇംപെർഫെക്ഷൻസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അടുത്തത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് അറ്റോമിക് ഇംപെർഫെക്ഷൻ, ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻ ക്ലിയർ ആയല്ലോ. ഇത് ആറ്റത്തിൻ്റെ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം, ഇത് ഇലക്ട്രോൺസിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ തൊടുന്നില്ല ഇപ്പോൾ, ഇത് നമ്മൾ ടച്ച് ചെയ്യുന്നുമില്ല. ഓക്കെ, നമ്മൾ ഈ അറ്റോമിക് ഇംപെർഫെക്ഷൻസിലേക്ക് പോകാം. സോ ഒന്നുകൂടി കൊണ്ടുപോകാം. അറ്റോമിക് ഇംപെർഫെക്ഷൻ ഇസ് ഡ്യൂ ടു ദി ഡീവിയേഷൻ ഫ്രം ദി പെർഫെക്റ്റ് ഓർ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ്, ജനറലി ആറ്റംസ് ഓർ പാർട്ടിക്കിൾസ് ഇൻ ദി സോളിഡ്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് പല രീതിയിൽ വരാം. ആറ്റത്തിന്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ പെർഫെക്റ്റ് അറേഞ്ച്മെന്റിൽ നിന്നുള്ള ഡീവിയേഷൻ പല രീതിയിൽ വരാം. ഞാൻ ജനറൽ ആയിട്ട് പറയാം. എ ബി ഇങ്ങനെ ഒരു സോളിഡ്സിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എ ബി ഓക്കെ, എ ബി ഇങ്ങനെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്തായെന്ന് പറഞ്ഞെങ്കിൽ ഈ പാർട്ടിക്കിൾസ് ക്രിസ്റ്റലിൽ പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുന്ന ആ പോയിന്റിന്റെ പറയുന്ന പേരെന്താ? ലാറ്റിസ് സൈറ്റ് അല്ലെ. പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ലാറ്റിസ് സൈറ്റ്. ഓക്കെ, ലാറ്റിസിലെ ക്രിസ്റ്റൽ ലാറ്റിസിൽ, അതായത് സോളിഡിൽ അതായത് പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യുന്ന പോയിന്റ് ആണ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. അപ്പൊ ലാറ്റിസ് സൈറ്റിൽ ഇപ്പൊ ഇത് ഈ പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യുന്ന ലാറ്റിസ് സൈറ്റ് ആണ്, ഇത് ഈ പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യുന്ന ലാറ്റിസ് സൈറ്റ് ആണ്. ആ ലാറ്റിസ് സൈറ്റിൽ ചിലപ്പോൾ പാർട്ടിക്കിൾസ് മിസ്സാവുക. അറ്റോമിക് ഇംപെർഫെക്ഷൻ വരുന്ന രീതി പറയാണ്. ഓക്കെ, സോ ഇറ്റ് മേ ബി ഡ്യൂ ടു ദി
missing of particles from the lattice site in the crystal. Okay, okay. A B. അപ്പോൾ ഒന്നെങ്കിൽ മിസ്സിംഗ് ആവാം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ക്രിസ്റ്റൽ അവിടെ കാണില്ല, ക്രിസ്റ്റൽ എവിടെയില്ല, അത് മിസ്സായി പോയി. അല്ലെങ്കിൽ ഈ ലാറ്റിസ് ഇവിടെ നിൽക്കേണ്ട പാർട്ടിക്കിൾ ഇവിടെ എവിടെയെങ്കിലും ഡീലോക്കലൈസ്ഡ് ആയിട്ട് കാണണം, ഇവിടെയോ ഇവിടെയോ വേറൊരു സ്ഥലത്ത്, അതായത് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദി ലാറ്റിസ് സൈറ്റ് ടു ദി അതർ പൊസിഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓർഡർ ആർഗ്യുമെന്റ് നഷ്ടമായില്ലേ, ഇവിടെ ഇവിടെ വേണ്ട പാർട്ടിക്കിൾ ഇവിടെ ഇല്ല, വേറൊരു സ്ഥലത്ത്. അപ്പൊ ഇങ്ങനെ ഒന്നെങ്കിൽ മിസ്സിംഗ് ആവാം, അല്ലെങ്കിൽ എന്താവാം, പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് വഴി സംഭവിക്കാം. എന്നുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള അറ്റോമിക് ഇംപെർഫെക്ഷൻ, അതായത് മിസ്സിങ്ങോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസോ ആണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. അത് പക്ഷെ സംഭവിക്കുന്നത് കുറച്ച് ആറ്റങ്ങൾക്കിടയിൽ മാത്രം, ഫുള്ളില്ല, ക്രിസ്റ്റലിൽ ഫുള്ളില്ല. It is seen around certain atoms only. Okay, that means missing or displacement of atoms which occur in the vicinity or around surrounding certain atoms only. Okay, അങ്ങനെയാണെങ്കിൽ ചെറിയ സ്ഥലത്ത് മാത്രമേ ലോക്കലൈസ്ഡ് ചെയ്തിട്ടുള്ളൂ ആ ഡിഫക്റ്റ്, ക്രിസ്റ്റലിൽ ഫുൾ ഇല്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് പോയിന്റ് ഡിഫക്ട്സ്. എന്താണ്? പോയിന്റ് ഡിഫക്ട്സ്. പോയിന്റ് ഡിഫക്ട്സ്. സോ നിങ്ങൾക്ക് എന്ത് പറയാം, എന്താണ് പോയിന്റ് ഡിഫക്ട്സ് എന്ന് വെച്ചാൽ, പോയിന്റ് ഡിഫക്ട്സ് അറ്റോമിക് ഡിഫക്ട്സ് ആണ്. ആറ്റത്തിന്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, അല്ലെങ്കിൽ അയോൺസിന്റെ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസമാണ്. എങ്ങനെ വരാം? May be due to the missing of particles from the lattice site or the displacement from the lattice site, and which is seen only surrounding certain atoms only. It is not spread all around the crystal. ഓക്കെ, അങ്ങനെയില്ല, ക്രിസ്റ്റലിനെ ഫുള്ളി ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ പേരാണ് പോയിന്റ് ഡിഫക്ട്സ്. പോയിന്റ് ഡിഫക്ട്സ്. അതേസമയം ഈ അറ്റോമിക് ഇംപെർഫെക്ഷൻ, അതായത് മിസ്സിങ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ക്രിസ്റ്റലിൽ മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്, ക്രിസ്റ്റലിൽ പല സ്ഥലങ്ങളിലായിട്ട് അത് വ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേരാണ് ലാറ്റിസ് ഡിഫക്ട്സ്. എന്താണ്? ലാറ്റിസ്. ലാറ്റിസിൽ ഫുള്ളുണ്ട് എങ്കിൽ, ഒരു കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടല്ല ഉള്ളത്, എല്ലായിടത്തും പല സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ഈ ഡിഫക്ട്സ് കാണുന്നുണ്ട് എങ്കിൽ അതിന്റെ പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഡിഫക്ട്സ്. ഓക്കെ, ഇനി അത് ആ ലാറ്റിസ് ഡിഫക്ട് ക്രിസ്റ്റലിൽ പല ഭാഗത്തും കാണുന്നു എന്ന് പറഞ്ഞത് ഒരു ലൈനിൽ മുഴുവനായിട്ടും കാണുന്നുണ്ട് എങ്കിൽ അതിന്റെ പേരാണ് ലൈൻ ഡിഫക്ട്. ലാറ്റിസ് ഡിഫക്ട് ക്രിസ്റ്റലിൽ കാണുന്നത് അതൊരു ലൈനിൽ മുഴുവനായിട്ടുമുണ്ട്, ഒരു എഡ്ജിൽ മുഴുവനായിട്ടുമുണ്ട് എങ്കിൽ അതിന്റെ പേരാണ് ലൈൻ ഡിഫക്ട്. അതേസമയം അത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ഒരു പ്ലെയിനിലാണെങ്കിൽ അതിന്റെ പേരാണ് പ്ലെയിൻ ഡിഫക്ട്സ്. എന്നാണ് പ്ലെയിൻ ഡിഫക്ട്സ്. ഓക്കെ, അപ്പൊ ഈ പറയപ്പെട്ടതെല്ലാം അറ്റോമിക് ഡിഫക്റ്റ് ആണ്. അറ്റോമിക് ഡിഫക്റ്റ് ആണ് പോയിന്റ് ഡിഫക്റ്റ്. ലാറ്റിസ് ഡിഫക്റ്റ് അറ്റോമിക് ഡിഫക്റ്റ് ആണ്. ലൈൻ ഡിഫക്റ്റും പ്ലെയിൻ ഡിഫക്റ്റും ലാറ്റിസ് ഡിഫക്റ്റ് ആണ്, അത് അറ്റോമിക് ഡിഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇംപെർഫെക്ഷൻസ് പ്രധാനമായിട്ടും ഈ രണ്ട് ടൈപ്പിലാണുള്ളത്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഇതാണ്, അതിന്റെ പ്രധാനപ്പെട്ട വകഭേദങ്ങളാണ്. ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് ഇതാണ്. നമ്മൾ പഠനം കുറെ ചുരുക്കിക്കൊണ്ട് വരാണ്, ഇത് ഫുള്ള് പഠിക്കുന്നില്ല ഈ രണ്ടെണ്ണം. ആ രണ്ടെണ്ണത്തിൽ ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ, അതിൽ ഇത് ഫുള്ള് പഠിക്കുന്നില്ല, ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ, പോയിന്റ് ഡിഫക്ട്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ പഠനത്തിനെ പോയിന്റ് ഡിഫക്റ്റിലേക്കായിട്ട് ചുരുക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ വന്ന വഴിയെല്ലാം ഓർമ്മയാണ്. ഓക്കെ, പോയിന്റ് ഡിഫക്ട്സ്. പോയിന്റ് ഡിഫക്ട്സ്. പോയിന്റ് ഡിഫക്ട്സ്. അപ്പൊ പറയുന്നതാണ് പോയിന്റ് ഡിഫക്ട്സ്. Point defects are the defects arise due to the missing or displacement of atoms or ions or molecules from the lattice site and seen only around certain atoms only. Okay, അതെന്താണ്? അത് അറ്റോമിക് ഇംപെർഫെക്ഷൻ ആണ്. ഇനി ഈ പോയിന്റ് ഡിഫക്ട്സ് പ്രധാനമായിട്ട് 3 ടൈപ്പിലുണ്ട്. ഓരോന്നിലും ഓരോന്ന് പല ടൈപ്പ് ഉണ്ട്, ഓരോന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ, ഇത് 3 ടൈപ്പിലുണ്ട് കേട്ടോണേ. ഒന്നാമത്തതാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. എന്താണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്? സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. സ്റ്റോക്കിയോമെട്രിക്. രണ്ടാമത്തത് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്.
non-stoichiometric defects. And last one, impurity defects. Impurity defects. ഓക്കെ, ഈ മൂന്നെണ്ണമാണ് ഉള്ളത്. അപ്പൊ ഇതില് ഈ വീഡിയോയിൽ നമ്മൾ ഇത് മാത്രമേ പറയുള്ളൂ, സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് മാത്രമേ പറയുന്നുള്ളൂ. നോൺ സ്റ്റോക്കിയോമെട്രിക്കും ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണം എന്താണ്? 3 പോയിന്റ് ഡിഫക്ട്സ് ആണ്. ഓക്കെ, ഇനി പറയാം എന്താണ് സ്റ്റോക്കിയോമെട്രി. സ്റ്റോക്കിയോമെട്രി എന്തെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് എന്നാണ് മനസ്സിലാകത്തുള്ളൂ. സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിന്റെ മോളിക്കുലാർ ഫോർമുല AB എന്നാണ് വിചാരിക്കാം. അതിന്റെ കെമിക്കൽ ഫോർമുല, ഒരു ക്രിസ്റ്റലിന്റെ കെമിക്കൽ ഫോർമുല AB ആണ്, മോളിക്കുലാർ ഫോർമുല AB ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ആ ക്രിസ്റ്റലിൽ 2 ടൈപ്പിലുള്ള ആറ്റങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ അയോൺസേ ഉള്ളൂ, എയും ബിയും, അല്ലെങ്കിൽ A+, B-. അതിന്റെ റേഷ്യോ, അവരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ A:B is 1:1 ആണ്. അതാണ് ഈ മോളിക്കുലാർ ഫോർമുല മനസ്സിലാക്കുന്നത്. നോക്കുക, ഒരു ക്രിസ്റ്റൽ സോഡിയം ക്ലോറൈഡ്, ഇത് കണ്ടാൽ മനസ്സിലാവുന്നത് ആ സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റലിൽ 2 അയോൺസ് ആണ്, Na+ഉം Cl-. അതിൽ Na+ന്റെയും Cl-ന്റെയും എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. ഓരോ Na+നും ഓരോ Cl- ഉണ്ടാവും. അതായത് ക്രിസ്റ്റലിന് 100 Na+ ഉണ്ടെങ്കിൽ ക്രിസ്റ്റലിന് 100 Cl- ഉണ്ടാവും. ഓക്കെ, ഇതാണ് മോളിക്കുലാർ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല. ഓക്കെ, ഇനി ഈ കെമിക്കൽ ഫോർമുല ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിസ്റ്റലിനെ, സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റലിനെ അടിമുടി പരിശോധിച്ചു. ഓക്കെ, ഒരു ക്രിസ്റ്റൽ എടുത്തിട്ട് ഫുള്ള് പരിശോധിച്ച് എണ്ണി നോക്കി. ഞാനൊരു സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ എടുത്തു, അതിനെ എണ്ണി നോക്കി, Na+ന്റെയും Cl-ന്റെയും എണ്ണങ്ങൾ നോക്കുമ്പോൾ അതിൽ ഞാൻ എടുത്ത ക്രിസ്റ്റലിൽ 88 Na+ ഉണ്ട്. ഓക്കെ, ഇനി Cl- എണ്ണി നോക്കിയപ്പോഴോ അതും 88 തന്നെയാണ്. അതായത് Na+ന്റെയും Cl-ന്റെയും എണ്ണം എന്താണ്? റേഷ്യോ എന്താണ്? 88:88, which is equal to 1:1, which is same as predicted by or given by the molecular formula. മോളിക്കുലാർ ഫോർമുലയിൽ പറയുന്ന അതേ റേഷ്യോയിലാണ് ക്രിസ്റ്റലിലും ആ അയോൺസിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ്, അല്ലെങ്കിൽ ക്രിസ്റ്റൽസിനെ പറഞ്ഞ പേരാണ് സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട്സ് ഓർ ക്രിസ്റ്റൽസ്. So how will we define it? Stoichiometric compounds are those in which the number of constituent particles are exactly in the ratio as given by the chemical formula. കെമിക്കൽ ഫോർമുലയിൽ പറയുന്ന അതേ റേഷ്യോയിൽ തന്നെയായിരിക്കണം ക്രിസ്റ്റലിലും അതിന്റെ എണ്ണം. ഇനി കാൽഷ്യം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ എടുത്താൽ കാൽഷ്യം ക്ലോറൈഡ് സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് ആണ്. ഓരോ Ca2+നും കറസ്പോണ്ടിങ് ആയിട്ട് 2 Cl- ഉണ്ടാവണം. അതായത് ക്രിസ്റ്റലിൽ 1000 Ca2+ ഉണ്ടെങ്കിൽ 2000 Cl- ഉണ്ടാവണം. 1,00,000 Ca2+ ഉണ്ടെങ്കിൽ 2,00,000 Cl- ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണ്. അതുകൊണ്ട് CaCl2 ഒരു എന്താണ്? സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ എന്താണ് സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട്സ് എന്ന് ക്ലിയർ അല്ലേ? ഒന്നുകൂടി, those compounds in which the number of constituent particles are exactly in the ratio as predicted by or as given by, as indicated by the molecular formula. ഓക്കെ, അപ്പൊ NaCl ഒരു സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് ആണ്, CaCl ഒരു സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഈ ക്രിസ്റ്റലുകളിൽ, ഞാൻ ഈ പറയപ്പെട്ട ക്രിസ്റ്റലുകളിൽ NaCl, CaCl2, ജനറലി AB എന്ന ക്രിസ്റ്റലിൽ ഒരു ഡിഫക്റ്റ് സംഭവിക്കുന്നു. എന്തോ ഒരു ഡിഫക്റ്റ് സംഭവിക്കുന്നു. ആ ഡിഫക്റ്റ് സംഭവിക്കുന്നത് വഴി ക്രിസ്റ്റലിന്റെ സ്റ്റോക്കിയോമെട്രിക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. നോക്ക്, ഈ പറയപ്പെട്ട ക്രിസ്റ്റലിൽ ഒരു ഡിഫക്റ്റ് സംഭവിക്കാൻ പോവാണ്. ഏത് ഡിഫക്റ്റ്? പോയിന്റ് ഡിഫക്റ്റ്. ഏത് ഡിഫക്റ്റ്? പോയിന്റ് ഡിഫക്റ്റ്. അതായത് അറ്റോമിക് ഡിഫക്റ്റ്. അതായത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ, ആറ്റത്തിന്റെയോ അയോൺസിന്റെയോ അറേഞ്ച്മെന്റിൽ എന്തോ ഒരു പ്രശ്നം വരാൻ പോവാണ്, ഒരു ഡിഫക്റ്റ് വരാൻ പോവാണ്. ഓക്കെ, അതായത് ഒന്നെങ്കിൽ മിസ്സിംഗ് ആവാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആവാം പാർട്ടിക്കിൾസിന്റെ. പക്ഷെ ആ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ആ ക്രിസ്റ്റലിനെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്റ്റോക്കിയോമെട്രിക്ക് ഒരു പ്രശ്നവുമില്ല. അതായത്
ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പും ഡിഫക്റ്റ് സംഭവിച്ചതിന് ശേഷവും കോമ്പൗണ്ട് സ്റ്റോക്കിയോമെട്രിക് തന്നെയാണ്. അതായത് മോളിക്കുലാർ ഫോർമുല പറയുന്ന അതേ റേഷ്യോയിൽ തന്നെയാണ് ഡിഫക്റ്റിന് മുമ്പും ഡിഫക്റ്റിന് ശേഷവും ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസിന്റെ റേഷ്യോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്തരം ഡിഫക്റ്റുകളെ പറയുന്ന പേരാണ് stoichiometric defects. So stoichiometric defects എന്ന് പറഞ്ഞാൽ defects which does not affect or do not affect the stoichiometry of the compound. കോമ്പൗണ്ടിന്റെ സ്റ്റോക്കിയോമെട്രിക്ക് യാതൊരു പ്രശ്നവും വരാത്ത രീതിയിൽ ഉണ്ടാകുന്ന പോയിന്റ് ഡിഫക്റ്റ് ആണ് എന്തെന്ന് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. അപ്പോൾ എന്ത് മനസ്സിലേക്ക് കൊണ്ടുവന്നല്ലോ, ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി എന്താണ് സ്റ്റോക്കിയോമെട്രി എന്നുള്ളത് ക്ലിയർ ആയി. ആ സ്റ്റോക്കിയോമെട്രിക്ക് കോട്ടം വരാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. അങ്ങനെയുള്ള സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് രണ്ടെണ്ണമാണ് ഉള്ളത്. പ്രധാനമായിട്ട് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സുകൾ രണ്ട് ടൈപ്പ്. ഓക്കെ, ഈ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് രണ്ട് ടൈപ്പ്. ഇതെല്ലാം നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റിൽ ഒന്നാമത്തതാണ്, ശ്രദ്ധിക്കണേ, ഷോർട്ട് കീ ഡിഫക്ട്സ്. ഷോർട്ട് കീ ഡിഫക്ട്സ് എന്താണ്? ഷോർട്ട് കീ ഡിഫക്ട്സ്. ഷോർട്ട് കീ ഡിഫക്ട്സ് പഠിച്ചിട്ട് തന്നെ പോണം. ഷോർട്ട് കീ ഡിഫക്ട്സ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി ഫംഗൽ ഡിഫക്ട്സ്. ഫംഗൽ ഡിഫക്ട്സ്. Fungal defects വളരെ ഇമ്പോർട്ടന്റ് ആണ്. Short key and fungal defects are the stoichiometric defects, which are the point defects, which are the atomic defects. Okay, then അപ്പോൾ എന്താണ്? അപ്പോൾ ഈ രണ്ട് ഡിഫക്റ്റ് സംഭവിച്ചാൽ എന്തുണ്ടാവാൻ പാടില്ല? സ്റ്റോക്കിയോമെട്രിക് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഷോർട്ട് കീ എന്താണ് സംഭവിക്കുന്നത്, ഫംഗൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ അതിനൊരു ക്രിസ്റ്റൽ നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു അയോണിക് ക്രിസ്റ്റൽ ആണ് ഉള്ളത്. അയോണിക് ക്രിസ്റ്റൽ. ആ ക്രിസ്റ്റൽ രണ്ട് ടൈപ്പിലുള്ള അയോൺസ് ഉണ്ട്, എ പ്ലസ് ബി മൈനസ്. അല്ല, ഇതെല്ലാം എ പ്ലസ് ബി മൈനസ്. അയോണിക് ക്രിസ്റ്റൽസ് കണ്ടെയ്നിങ് എ പ്ലസ് ആൻഡ് ബി മൈനസ്, കാറ്റയോണും ആനിയോണും. മെറ്റൽ അയോൺ, നോൺ മെറ്റൽ അയോൺ, മെറ്റൽ അയോൺ, നോൺ മെറ്റൽ അയോൺ. ഇതുപോലെ NaCl, Na പ്ലസ് Cl മൈനസ്, Na പ്ലസ് സോഡിയം മെറ്റൽ അയോൺ, Cl മൈനസ് ക്ലോറിൻ നോൺ മെറ്റൽ അയോൺ. അങ്ങനെ എ പ്ലസും ബി മൈനസും അയോൺസ് ഉള്ള ഒരു ക്രിസ്റ്റൽ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ആ ക്രിസ്റ്റൽ ശ്രദ്ധിക്കണേ, ആ ക്രിസ്റ്റലിൽ ഡിഫക്റ്റ് സംഭവിക്കാത്ത സമയത്തുള്ള അതിന്റെ സ്ട്രക്ചറാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ആ ക്രിസ്റ്റലിൽ ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പുള്ള സ്ട്രക്ചർ. ഓക്കെ, ഇതെല്ലാം ലാറ്റിസ് പോയിന്റുകളാണ്. ഞാനതിനെ ലാറ്റിസ് സൈറ്റുകളാണ്. ഞാനതിനൊരു സ്ഫിയർ ആയിട്ട് കാണിക്കാം. അതൊരു പ്ലെയിനിലെ കാണിക്കുന്നുള്ളൂ, ഫുൾ നമുക്ക് കാണിക്കാൻ സൗകര്യമില്ല. ഓക്കെ, ഇതെല്ലാം ലാറ്റിസ് പോയിന്റുകളാണ്, ലാറ്റിസ് സൈറ്റ്സ്. ഓക്കെ, ആ ലാറ്റിസ് പോയിന്റുകളെ അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റുകളെ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പണ്ട് പഠിച്ചിട്ടുള്ളൂ, യൂണിറ്റ് സെല്ലൊക്കെ പാടുന്ന സമയത്ത് ക്രിസ്റ്റൽ ലാറ്റിസ് ഒക്കെ പാടുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടും, 3 ഡയമെൻഷണൽ ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടും. അപ്പൊ ആ 3 ഡയമെൻഷണൽ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒരു പ്ലെയിൻ ആണ്. ഓക്കെ, ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് എ പ്ലസും ബി മൈനസും ഒക്യുപ്പൈ ചെയ്യുന്നത് എങ്ങനെ നോക്കോ? എ പ്ലസ് ബി മൈനസ്, എ പ്ലസ് ബി മൈനസ്, എ പ്ലസ് ബി മൈനസ്, എ പ്ലസ് ബി മൈനസ്, സോറി ബി മൈനസ് എ പ്ലസ്, ബി മൈനസ് എ പ്ലസ്, എ പ്ലസ് ബി മൈനസ്, എ പ്ലസ് ബി മൈനസ്. ഇതിൽ ഡിഫക്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നിങ്ങൾ പറയാം എത്രയാണ് എ പ്ലസിന്റെ എണ്ണം? 1 2 3 4 5 6 6 ഉണ്ട്. എ പ്ലസ് 6 ഉണ്ട്. ഓക്കെ, അതേപോലെ ബി മൈനസും 6 ഉണ്ട്. So the ratio is 6:6, which is 1:1. So the molecular formula of the compound is AB. Molecular formula AB ആണ്.
മോളിക്കുലാർ ഫോർമുലയിൽ എയും ബിയും തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. അതേ റേഷ്യോയിൽ തന്നെയാണ് ക്രിസ്റ്റലിന്റെ ഉള്ളിലും എയും ബിയും എ പ്ലസും ബി മൈനസും തമ്മിലുള്ള റേഷ്യോ, അവരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ. സോ നൗ ദി ക്രിസ്റ്റൽ ഈസ് എ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട്. ഓക്കെ, ഇനി ഈ ക്രിസ്റ്റലിൽ ഒരു ഡിഫക്റ്റ് സംഭവിക്കാം. കേൾക്കണേ, ഈ ക്രിസ്റ്റലിൽ ഒരു ഡിഫക്റ്റ് സംഭവിക്കാൻ വേണ്ടി പോവാണ്. കാണിച്ചു തരാം. ഡിഫക്റ്റ് ഇതാണ്. എന്നതറിയോ? ഇതാ, a cation is missing from this lattice site. An anion is missing from the lattice site. Okay, ക്രിസ്റ്റലിൽ നിന്ന് കാറ്റിയോണും ആനിയോണും മിസ്സായി. ഇപ്പൊ ഞാനവിടെ ഒന്നേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഒരു കാറ്റിയോണും ഒരു ആനിയോണും മിസ്സായി. That means equal number of cations and equal number of anions are missing from the lattice site of this crystal. ഇനി നിങ്ങൾ പറ, ഇതിന്റെ എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്താണ്? 5:5, which is 1:1. Now the molecular formula is the ratio of the number of constituent ions A is to B, A plus is to B minus is equal to 5:5, which is equal to 1:1. That means it is now is in the same ratio as indicated by the molecular formula. ഇപ്പോഴും അത് molecular formula indicate ചെയ്യുന്ന അതേ റേഷ്യോയിൽ തന്നെയാണ്. ഡിഫക്റ്റ് വന്നു നോക്ക്, മിസ്സിംഗ് സംഭവിച്ചാൽ ഡിഫക്റ്റ് ആണ്. ക്രിസ്റ്റലിന് ഡിഫക്റ്റ് സംഭവിച്ചു. ഏത് ഡിഫക്റ്റ്? പോയിന്റ് ഡിഫക്റ്റ്. എന്താ പോയിന്റ് ഡിഫക്റ്റ്? മിസ്സിംഗ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് അയോൺസ് ഓർ ആറ്റംസ്. അപ്പൊ അവിടെ പോയിന്റ് ഡിഫക്റ്റ് സംഭവിച്ചു. പക്ഷെ പോയിന്റ് ഡിഫക്റ്റ് സംഭവിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചിട്ടില്ല? സ്റ്റോക്കിയോമെട്രിക്ക് അതൊരു കോട്ടം വരുത്തിയിട്ടില്ല. സ്റ്റോക്കിയോമെട്രി അത് തന്നെയാണ്, മോളിക്കുലാർ ഫോർമുല അത് തന്നെയാണ്. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ ഒരു ബി മൈനസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും എ പ്ലസ് മിസ് ആവുന്നു. ഇങ്ങനെ this type of defects in which equal number of cations and equal number of anions are missing from the lattice sites of a crystal is called Schottky defects. Schottky defects. Okay, ഇനി ഇതിന് കുറെ കോൺസിക്വൻസ് ഉണ്ട്, നമുക്കത് പറയാം. അതിന് മുമ്പ് എന്താണ് ഫ്രങ്കലിൽ സംഭവിക്കുന്നത് നോക്കാം. ഫ്രങ്കൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതാ ഫ്രങ്കൽ ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പുള്ള ഒരു ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ. ഫ്രങ്കൽ ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പ് ഓക്കെ, ഇതെന്നാണ്? ഇതേപോലുള്ള ഒരു അയൺ ക്രിസ്റ്റലാണ് എ ബി, എ പ്ലസും ബി മൈനസും. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല ആണ് എ ബി. ഓക്കെ, ഇനി ക്രിസ്റ്റലിലേക്ക് നോക്കാം നമുക്ക്. അതായത് എയും ബിയും 1:1 റേഷ്യോയിലാണ് വേണ്ടത്, ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി മോളിക്കുലാർ ഫോർമുല. അങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം. ക്രിസ്റ്റൽ അങ്ങനെ ഉണ്ടോ നോക്കാം. A plus B minus. ഇല്ലേ? 6:6 റേഷ്യോയിലല്ലേ ഉള്ളത്, which is 1:1. സോ ഡിഫക്റ്റ് സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ. ഓക്കെ, ഇനി എന്താണ് ഫ്രങ്കലിൽ സംഭവിക്കുന്നത്? ഇതാ ഒരു ഡിഫക്റ്റ് സംഭവിച്ചു. A cation is missing from the lattice site. ഈക്വൽ ആയിട്ട് ഒരു ആനിയൻ മിസ് ആണെന്നില്ല. അപ്പൊ ഈ മിസ്സായ എ പ്ലസ് എവിടെ പോയി അറിയാവോ? അയാളെ പോയിട്ട് ഇതാ ഈ പാർട്ടിക്കിൾസ് ഇതെല്ലാം അടുത്തടുത്തുള്ളത് കേട്ടോ. ആ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നതിന് ഇടയിൽ ഒരു സ്പേസ് ബാക്കിയാണില്ലേ, നമ്മളതിന്റെ പറഞ്ഞ പേരെന്താ? ഇന്റർസ്റ്റീഷ്യൽ വോയിഡ്, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഓക്കെ, അതായത് ഈ ലാറ്റിസ് സൈറ്റ് വിട്ടിട്ട് ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ പോയിട്ട് എ പ്ലസ് ഓക്യുപ്പൈ ചെയ്യും. ഈ സ്ഥലം വിട്ടിട്ട് ഇവിടെ പോയിട്ട് നോക്കും. ഡിഫക്റ്റ് അല്ലേ? ഡീലോക്കലൈസേഷൻ ഫ്രം ദി പ്രിസ്ക്രൈബ്ഡ് പൊസിഷൻ.
delocalization from the or displacement from the lattice site സംഭവിച്ചു, which is a defect, which is a point defect, okay, which is the atomic defect. പക്ഷെ എന്ത് സംഭവിച്ചിട്ടില്ല? സ്റ്റോക്കിയോമെട്രിക് എന്തെങ്കിലും പ്രശ്നം വന്നില്ല. ഇപ്പോഴും അത് 6:6 റേഷ്യോയിൽ തന്നെയല്ലേ, which is 1:1 റേഷ്യോയിൽ തന്നെയല്ലേ. അപ്പോ ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പും ശേഷം കോമ്പൗണ്ട് സ്റ്റോക്കിയോമെട്രിക് തന്നെയാണ്. അപ്പൊ ഇതെന്താണ്? ഇത് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് ആണ്, which is takes place due to the displacement of constituent ion. അത് മിക്കവാറും സംഭവിക്കുന്നത് കാറ്റയോണാണ്, ആനിയോണ് സംഭവിക്കില്ല. കാരണം എന്താ? നിങ്ങൾക്കറിയാം കാറ്റയോണിനേക്കാളും ആനിയോണിന്റെ സൈസ് വളരെ വലുതാണ്. അപ്പൊ വലിപ്പം കൂടിയ ആനിയോൺ ഈ ചെറിയ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കാറ്റയോൺ ഫ്രം ദി ലാറ്റിസ് സൈറ്റ് ടു ദി ഇന്റർസ്റ്റിഷ്യൽ സൈറ്റ് ഓർ ഇന്റർസ്റ്റിഷ്യൽ വോയിഡ് ഓഫ് ദി ക്രിസ്റ്റൽ. അങ്ങനെയാണ് അതിന്റെ പേരാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പൊ എന്താണ് ഡിഫക്റ്റ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫക്റ്റ് പറഞ്ഞിട്ട് ഫിഗർ വരക്കാൻ വേണ്ടിയിട്ട് മറന്നുകൂടാ. ഒന്നുകൂടി ഷോർട്ട്കി ഡിഫക്റ്റിൽ ഈക്വൽ നമ്പർ ഓഫ് positive and negative ions, cations and anions are missing from the interstitial site. Here the displacement of a cation takes place from lattice site to the interstitial site. Okay, അപ്പോൾ ഇനി എങ്ങനെയുള്ളതിലാണ് ഈ ഡിഫക്റ്റും ഈ ഡെഫക്റ്റും, എങ്ങനെയുള്ള ക്രിസ്റ്റൽസിലാണ് ഈ ഡിഫക്റ്റും ആ ഡിഫക്റ്റും സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഷോർട്ട്കി ഡിഫക്റ്റ് സംഭവിക്കണമെങ്കിൽ ആനിയോൺസിന്റെ സൈസും സൈസ് ഓഫ് ആനിയോൺ ആൻഡ് സൈസ് ഓഫ് കാറ്റയോൺസ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. സാധാരണ അങ്ങനെ സംഭവിക്കലില്ല, കാറ്റയോണിന്റെ സൈസ് കുറവും ആനിയോണിന്റെ സൈസ് കൂടുതലാണല്ലോ. അപ്പൊ എന്താവണം? ആനിയോണിന്റെ സൈസും കാറ്റയോണിന്റെ സൈസും ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആവണം. അതെന്ത് ചെയ്താൽ മതി? പീരിയോഡിക് ടേബിളിലെ ഇങ്ങേ അറ്റത്തുള്ള കാറ്റയോൺസും അങ്ങേ അറ്റത്തുള്ള ആനിയോൺസും കമ്പൈൻ ചെയ്താൽ മതി. ഇങ്ങേ അറ്റത്തുള്ള മെറ്റൽ അയോൺ ഉണ്ടല്ലോ പീരിയോഡിക് ടേബിളിൽ, മെറ്റൽ അയോൺസ് മെറ്റലിന്റെ സൈസ് ഒരുപാട് കൂടുതലാണ്, നോൺ മെറ്റൽസിന്റെ സൈസ് ഒരുപാട് കുറവാണ് ഈ അറ്റത്തുള്ള നോൺ മെറ്റൽസിന്. അപ്പൊ ഈ നോൺ മെറ്റൽ ആനിയോൺ ആകുമ്പോൾ എന്താവും? അതിന്റെ സൈസ് കുറച്ച് കൂടും. ഈ സൈസ് ഇപ്പുറത്തുള്ള എന്താ പറയാ മെറ്റല് കാറ്റയോൺ ആകുമ്പോൾ എന്താവും? അതിന്റെ സൈസ് കുറയും. അപ്പൊ ഇതിന്റെ വലിയ മെറ്റലിന്റെ സൈസ് കാറ്റയോൺ ആകുമ്പോൾ കുറയുന്നു, ചെറിയ നോൺ മെറ്റലിന്റെ സൈസ് ആനിയോൺ ആകുമ്പോൾ കൂടുന്നു. ഓക്കെ, അങ്ങനെ അപ്രോക്സിമേറ്റ്ലി ആ രണ്ടെണ്ണത്തിന്റെ സൈസ് ഈക്വൽ ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫക്റ്റ് സംഭവിക്കും. അതിന് എക്സാമ്പിൾ ആണ് NaCl. എക്സാമ്പിൾ, ഓക്കെ, എന്നാണ് എക്സാമ്പിൾ NaCl. ഓക്കെ, പൊട്ടാസ്യം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്. വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്, കോർഡിനേഷൻ നമ്പർ വളരെ വലുതായിരുന്നു. ഹൈ കോർഡിനേഷൻ നമ്പർ, ലാർജ് കോർഡിനേഷൻ നമ്പർ, ഹൈ കോർഡിനേഷൻ നമ്പർ. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ നമ്പർ കൂടിയ അതേപോലെ തന്നെ ഇത് കാറ്റയോണിന്റെയും ആനയോണിന്റെയും സൈസ് ഏകദേശം ഒരുപോലെയായിട്ടുള്ള ക്രിസ്റ്റലിലാണ് ഇങ്ങനെയുള്ള ഷോർട്ട്കി ഡിഫക്റ്റ് സംഭവിക്കാറുള്ളത്. ഓക്കെ, ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് സംഭവിക്കണമെങ്കിൽ കാറ്റയോണിന്റെ സൈസ് എന്ന് പറയുന്നത് സൈസ് ഓഫ് കാറ്റയോൺ ഈസ് ഫാർ ലെസ് ദാൻ ദി സൈസ് ഓഫ് ആനിയോൺ. അതേസമയം കോർഡിനേഷൻ നമ്പർ ലോ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് സിൽവറിന്റെ ഹാലൈഡുകൾ, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയോഡൈഡ്, സിങ്ക് സൾഫൈഡ്, സിങ്ക് ഓക്സൈഡ്. അപ്പൊ ഇവിടെ നോക്ക്, സിൽവർ ബ്രോമൈഡിന്റെ ഒരു പ്രത്യേകത കണ്ട, സിൽവർ ബ്രോമൈഡിലെ ഷോർട്ട്കി ഡിഫക്റ്റും സംഭവിക്കാം, ഫ്രങ്കൽ ഡിഫക്റ്റും സംഭവിക്കാം. അപ്പൊ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, നെയിം ദി ക്രിസ്റ്റൽ ഇൻ വിച്ച് ഷോർട്ട്കി ആൻഡ് ഫ്രങ്കൽ ഡിഫക്ട്സ് ആർ പ്രസന്റ്. അതേതാണ്? അത് സിൽവർ ബ്രോമൈഡ് ആണ്. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഈ രണ്ടെണ്ണം എന്ന ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. എപ്പോഴാണ്, എങ്ങനെയുള്ള ക്രിസ്റ്റൽസിലാണ് ഈ പറയപ്പെട്ട ഷോർട്ട്കിയും ഫ്രങ്കലും സംഭവിക്കുന്നത് പറഞ്ഞു, എക്സാമ്പിളും പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താ അറിയാവോ? വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് ദി സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്? അതായത് ഈ ക്രിസ്റ്റലിൽ ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പ് എന്താണോ അവസ്ഥ അത് തന്നെയാണോ ഡിഫക്റ്റ് സംഭവിച്ചതിന് ശേഷവും?
അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വല്ല മാറ്റം വരുന്നുണ്ടോ, ക്രിസ്റ്റൽസിന്റെ പ്രോപ്പർട്ടീസിൽ വല്ല മാറ്റം വരുന്നുണ്ടോ, അതാണ് നമ്മൾ പറയുന്നത്. കോൺസിക്വൻസസ്. അപ്പോ 2-3 കോൺസിക്വൻസ് ഉണ്ട്. ഒന്ന്, ഷോർട്ടിലെ പ്രധാനപ്പെട്ട കോൺസിക്വൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ന്യൂട്രാലിറ്റിയിൽ വല്ല മാറ്റം വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? പോസിറ്റീവ് അയോൺ മിസ്സായിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ നെഗറ്റീവ് അയോൺ മിസ്സാവുന്നത് കൊണ്ട് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ക്രിസ്റ്റലിന്റെ ന്യൂട്രാലിറ്റി വ്യത്യാസപ്പെടുന്നില്ല. അല്ലെ, A+B- ടോട്ടൽ ചാർജ് 0. സോ ക്രിസ്റ്റൽ ഈസ് ന്യൂട്രൽ, ഇലക്ട്രിക്കൽ ന്യൂട്രൽ. അത് ഡിഫക്റ്റ് സംഭവിച്ചതിന് ശേഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. So since equal number of cations and anions are missing from the lattice site, the electrical neutrality is maintained. അതേപോലെ തന്നെയാണ് ഇവിടെയും. എന്താണ്? കാറ്റോൺ മിസ്സാവുന്നില്ല, കാറ്റോൺ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചാർജിന് വ്യത്യാസം വരാത്തത് കൊണ്ട്, ടോട്ടൽ പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും എണ്ണം ഈക്വൽ ആയതുകൊണ്ട് ഇവിടെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. അപ്പൊ 2 ഡിഫക്റ്റ് സംഭവിച്ചാലും, അതായത് മൊത്തത്തിൽ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് സംഭവിക്കുന്നത് കാരണം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയിൽ പ്രശ്നം വരുന്നില്ല. രണ്ടാമത്, ഡെൻസിറ്റിയിൽ മാറ്റം വരും. ഇവിടെ ഡെൻസിറ്റിയിൽ മാറ്റം വരും. എന്തുകൊണ്ട്? പാർട്ടിക്കിൾസ് മിസ്സാവുന്നത് കൊണ്ട് മാസ് കുറയുന്നു. മാസ് കുറയുന്നത് കൊണ്ട് ഡെൻസിറ്റി കുറയും. സോ ഒരു ക്രിസ്റ്റൽ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ടിൽ ഷോർട്ടി ഡിഫക്റ്റ് സംഭവിച്ചാൽ അതിന്റെ ഡെൻസിറ്റി കുറയും. അതേസമയം ഇവിടെ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി രണ്ടിനും സെയിം ആണ്, കുഴപ്പമില്ല, ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. പക്ഷേ ഷോർട്ടിയാണ് ഡിഫക്റ്റ് സംഭവിച്ചത്, ഷോർട്ടി ഡിഫക്റ്റ് ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാകും. അതേസമയം ഇവിടെ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരില്ല. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയിൽ കറണ്ട് കടത്തിവിടാനുള്ള കഴിവിൽ വ്യത്യാസം വരും. ഇതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സ്ട്രൈറ്റ് ആയിട്ട് കൂടും. എന്തുകൊണ്ട്? അയോൺസിന്, തൊട്ടടുത്തുള്ള അയോൺസിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സ്പേസ് കിട്ടിയില്ലേ, ഈ ലാറ്റിസ് സൈറ്റിൽ ആളില്ല. അതുകൊണ്ട് ഈ തൊട്ടടുത്തുള്ള ഇതിന്റെ സറൗണ്ടിങ്സിലുള്ള അയോൺസിന് ലേശം മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ട് അയോൺസ് എന്ന് വെച്ചാൽ ചാർജാണ്, ചാർജ് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് കണ്ടക്ഷൻ നടക്കും. സോ കണ്ടക്ഷൻ നടത്താനുള്ള കഴിവാണ് കണ്ടക്ടിവിറ്റി. സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സ്ലൈറ്റ് ആയിട്ട് കൂടാ. എന്താ അങ്ങനെ പറഞ്ഞത്? ഈ ഡിഫക്റ്റ് ഫുള്ളില്ല, ക്രിസ്റ്റലിന് ഫുള്ളില്ല, ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ സ്ലൈറ്റ് ആയിട്ട് കൂടും. അതേപോലെ ഇവിടെ ഈ സ്പേസ് വേക്കന്റ് ആണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് മോഷൻ ആണ്. അപ്പൊ ചാർജ് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു വേക്കൻസി വരുന്നുണ്ട്. ആ വേക്കൻസിയിലേക്ക് സറൗണ്ടിങ്സിലുള്ളവർക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സ്ലൈറ്റ് ആയിട്ട് കൂടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നോൺ സ്റ്റോക്കിയോമെട്രിക് ആണ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.